നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടോ? ഫെയിലിയേഴ്സ് എന്ന് പറയുമ്പം ഭയങ്കര ഭീകര ഫെയിലിയേഴ്സ് ഒന്നും ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ എക്സാമിൽ തോറ്റുപോയതായിരിക്കാം, എക്സാമിൽ നിങ്ങൾ വിചാരിച്ചത്ര മാർക്ക് കിട്ടാത്തതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഉണ്ടായിട്ട് നിങ്ങൾ തളർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ തളർന്നില്ല, വിഷമിച്ചിരിക്കുകയാണ്, എനിക്ക് ഈ പണി പറ്റിയതല്ല. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടെസ്റ്റ് കഴിഞ്ഞപ്പം മാർക്ക് വിചാരിച്ചതുപോലെ കിട്ടിയില്ല, എന്നാൽ എനിക്ക് നീറ്റ് പറ്റിയ പരിപാടിയല്ല, അല്ലെങ്കിൽ ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നീറ്റിന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ ആലോചിച്ച് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? മിസ്സിൻ്റെ ഈ കുറച്ച് നേരത്തുള്ള മിസ്സിൻ്റെ ഒരു സംസാരം നിങ്ങൾ കേൾക്കണം. ഓക്കെ, ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫെയിലിയേഴ്സ് ഉണ്ടായപ്പം പലരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തവരുണ്ടാകും, അല്ലെങ്കിൽ ഇത് നിനക്ക് പറ്റിയ പണിയല്ല, ഇത് നീ നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളി പറഞ്ഞവരും ഉണ്ടാവും അല്ലേ? അപ്പോൾ പറയുന്നവരെ നമ്മൾക്ക് എന്ത് ചെയ്യാം? അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് എന്തായാലും വിഷമാവും അല്ലേ? നമുക്ക് വിഷമാവും. ഇവരിങ്ങനെ പറഞ്ഞല്ലോ, ചിലപ്പോൾ ആ പറയുന്നവർ നമ്മളെ ഏറ്റവും നന്നായിട്ട് അറിയുന്നവരായിരിക്കാം, ആൻഡ് നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം എന്ന് പറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷമം വരുമ്പം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ തളർത്തുമ്പോൾ നമുക്ക് എന്താ തോന്നുക? എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ഇത്രയൊരു കാര്യം ചെയ്താൽ മതി. നമ്മളുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഹാർട്ട് എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്താവാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം, അത് ഫോളോ ചെയ്യുക. അത് നിങ്ങളുടെ മനസ്സ് ട്രൂ ആയിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്ത കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അത് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം അതിൻ്റെ ലിവിങ് എക്സാമ്പിളാണ് മിസ്സ്. ഓക്കെ, അപ്പോൾ മിസ്സിൻ്റെ ലൈഫിൽ തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് മിസ്സ് പറയുന്നത്. ഇത് പറയുമ്പോൾ ഇമോഷണലായി പോകുമെന്ന് എനിക്കറിയില്ല, കാരണം ഇതെപ്പോഴും ആലോചിക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നതും അതേസമയം ഞാൻ ഭയങ്കര വീക്കായി പോകുന്നൊരു കാര്യം കൂടിയാണിത്. ഓക്കെ, അപ്പം എനിക്ക് പണ്ടേ ഇഷ്ടം, എനിക്ക് ടീച്ചിങ് എന്ന് പറഞ്ഞ പ്രൊഫഷനെ കുറിച്ചൊന്നും ഞാൻ പണ്ടിങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷേ എനിക്കിഷ്ടമാണ്, ഞാൻ പഠിച്ചൊരു കാര്യം വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് അവർക്ക് ആ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അതെനിക്ക് ഫീൽ ചെയ്യും, എനിക്കത് ഭയങ്കര സന്തോഷം. അപ്പം അവർക്കത് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും അഡീഷണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ അവർ എക്സാമിൻ്റെ ടൈമിലൊക്കെ വന്ന് നിൽക്കായിരിക്കും, ഇതൊന്ന് വേഗം പറയുന്നത്, ഞാനത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അവർക്കൊരു തവണ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവർ പെട്ടു, ഞാൻ കൂടുതൽ പറയും. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എൻ്റെ കൂടെയുള്ളവർ ഫ്രണ്ട്സല്ല, എൻ്റെ എന്താ പറയുക, ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര്, ആരാന്ന് പറയുന്നില്ല, അപ്പോൾ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് അവർക്ക് അറിയില്ല ഞാൻ പഠിപ്പിക്കാനാണോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ അവരെപ്പോഴും പറയും, നിങ്ങൾക്ക് തീരെ പഠിപ്പിക്കാൻ അറിയില്ലല്ലോ, നീ തീരെ പഠിപ്പിക്കില്ലല്ലോ എന്ന് പറയും. എപ്പോഴും എന്തെങ്കിലും ഒരു ഒക്കേഷൻസ് വരുമ്പം എന്നോട് ഇങ്ങനെ പറയാം, നിനക്ക് പറ്റിയ പണിയല്ല ഇത്, നിനക്ക് വേറെ ഇതിൽ നോക്കിക്കൂടെ, അങ്ങനെ പറയും. ഞാൻ ഇതുവരെ പഠിപ്പിക്കുന്നവർ കണ്ടിട്ടില്ല, എൻ്റെ ക്ലാസ്സിൽ അവരിരുന്നിട്ടില്ല എന്നിട്ട് ഇങ്ങനെ പറയും. ഞാനാണെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോൾ എനിക്കിതിങ്ങനെ മനസ്സിൽ പോവില്ല, കാരണം നമുക്ക് അത്രയും ഇഷ്ടമുള്ളൊരു കാര്യം നമ്മളതിന് പറ്റിയതല്ല എന്ന് അങ്ങോട്ട് ഒന്നും അറിയാതെ അങ്ങോട്ട് സ്റ്റേറ്റ് ചെയ്യാം. അപ്പം എനിക്ക് രാത്രിയൊക്കെ കിടന്നാൽ ഇങ്ങനെ ഉറക്കം അല്ലെങ്കിൽ ഇങ്ങനെ കരച്ചിൽ വരുമായിരുന്നു. അപ്പോഴും ഞാൻ വെച്ചാൽ അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കെന്താ ഇഷ്ടം, എനിക്ക് ടീച്ചിങ് ആണല്ലോ ഇഷ്ടം, ഞാൻ അതിൻ്റെ പിന്നാലെ പോവും, അതെനിക്ക് ഉറപ്പിച്ചായിരുന്നു. അങ്ങനെ ഞാൻ പോയി എൻ്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ടീച്ചിങ് തന്നെ സെലക്ട് ചെയ്തു. ഞാൻ ബി.എഡിനൊക്കെ പോയി. അങ്ങനെ എൻ്റെ ബി.എഡൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു കൊറോണ ടൈം ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾക്കിങ്ങനെ സ്കൂളെല്ലാം അടച്ചിരിക്കുകയായിരുന്നു. സ്കൂളിലൊന്നും ഒഴിവ് വേക്കൻസി ഒന്നും വരണില്ല. അപ്പം എന്നോട് അവർ വീണ്ടും പറയാം, ഇതൊക്കെ ജോലിയൊന്നും കിട്ടണ പരിപാടിയല്ല, എന്തിനാ ഇതിനിങ്ങനെ നിൽക്കണം, ഒരു കാര്യമില്ല, നിനക്കതിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, വെറുതെ പറയാം, ഒരു കാര്യമില്ലാണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞു. ആ ഒരു സമയത്ത് മിസ്സിന് വേറൊരു ജോലിയൊക്കെ കിട്ടി. അപ്പം വീട്ടിൽ നിന്നും പ്രഷറായി, ആ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രഷറായി. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് സാലറി ഒക്കെ ഉള്ളൊരു ജോലിയായിരുന്നു. പക്ഷേ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നെ തന്നെ പറ്റിക്കുന്നത് പോലെ ആയിപ്പോവും, കാരണം എനിക്കത് ഇഷ്ടമല്ല ചെയ്യാൻ അല്ലേ. ഞാൻ ഭയങ്കര പ്രശ്നമായിരുന്നു, വീട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം അതിന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ആ ഒരു കാര്യം ചെയ്യാൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആരോടൊക്കെയാണ് പറയുന്നത്, അപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് എന്നെ ഒന്നും അറിയാതെ എന്നോട് പറഞ്ഞ ആൾക്കാർക്ക് അതൊരു പ്രൂഫാവും അല്ലേ. അത് മാത്രമല്ല, അതിനേക്കാൾ ഏറ്റവും വലുതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ ആയിരിക്കും, ആൻഡ് ഞാൻ ജീവിക്കുന്നത് തന്നെ വെറുതെ ആയിരിക്കും. അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഞാനൊന്നും അവരോടൊന്നും തിരിച്ചു പറയാനൊന്നും പോയിട്ടില്ല. ഞാൻ അതിന് വേണ്ടിയിട്ട് തന്നെ നിന്നു. ഓക്കെ, കാരണം നമ്മളെ അറിയാത്ത ഏതോ ആൾക്കാർ അവരുടെ വായിലുള്ളത് പറയുന്നതിനോട് നമ്മൾ അതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളെ തന്നെ ആയിരിക്കും പറ്റിക്കുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിൽ തന്നെ നിൽക്കും, എനിക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിലും സാറില്ല, ഞാൻ ട്യൂഷൻ എടുത്തിട്ടാണെങ്കിലും ജീവിക്കും എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഫൈനലി ആണ് ഞാൻ ഇവിടെ എക്സാമിനറിൽ എത്തുന്നത്. ആൻഡ് എക്സാമിനറിലെത്തി ഇപ്പോൾ നിങ്ങളെല്ലാവരും, നിങ്ങളിപ്പം മിസ്സ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ ഇപ്പോൾ യൂട്യൂബിലായാലും നിങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞാലും നിങ്ങളുടെ കമൻറ്റ്സ് വായിക്കും, മനസ്സിലായി മിസ് എന്ന് പറയുന്ന കൂടുതലൊന്നുമില്ല, നിങ്ങൾ മനസ്സിലായി എന്ന് പറയുമ്പം എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. നമ്മളുടെ ക്ലാസ്സിൽ, നമ്മളുടെ ബാച്ച് ക്ലാസ്സിലാണെങ്കിലും നിങ്ങളെല്ലാവരും മനസ്സിലായി എന്ന് പറയുമ്പം എനിക്കത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഓക്കെ, അപ്പം ഇപ്പോൾ എന്നെ അന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ എന്നോട് പറയാറുണ്ട്, മോള് ക്ലാസ് കണ്ടിട്ടുണ്ട്, മോള് പറഞ്ഞു നല്ല ക്ലാസ്സാണ്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ എന്നോടിപ്പോൾ പറയുമ്പോൾ അതേ സെയിം ആൾക്കാർ ഇപ്പോൾ എന്നോടത് പറയുമ്പം ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടെയുള്ളൊരു ചിരിയിരിക്കും. ഞാൻ ഒന്നും പറയാറില്ല, ആണല്ലേ, തീർന്നു. കാരണം എനിക്ക് പറഞ്ഞ ആൾക്കാർ, അന്ന് എന്നെ ഒന്നും അറിയാതെ എന്നോട് പറഞ്ഞ ആൾക്കാരാണ്, നിനക്ക് പറ്റില്ല ഈ പണി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പോൾ അതേ ആൾ എന്നെ തിരിച്ചു പറഞ്ഞു, അല്ലേ? ഇത്രയേ ഉള്ളൂ. നമ്മൾ മറ്റുള്ളവർ നമ്മളെ പറയുന്നത് ആലോചിച്ച് നമ്മൾ എന്താവുകയാണ്, നമ്മൾ തളർന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. നമ്മളോട് ചെയ്യുന്നൊരു തെറ്റായിരിക്കും. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ലൈഫിൽ ഫെയിലിയേഴ്സ് ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ കൂടെ തന്നെ പോവുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അതിലെത്തിച്ചേരും. ഓക്കെ, അപ്പോൾ അത് ഒരു സംശയമില്ലാണ്ട്. പിന്നെ ഒരു കാര്യം അതിനുള്ളിലുണ്ട് കേട്ടോ, ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടായിരുന്നു, അവർക്ക് അറിയില്ലല്ലോ അവർ പറഞ്ഞോട്ടെ എന്നൊക്കെ പറയുന്നവരും ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ കൂടെ ഇപ്പം ഞാനറിയാവോ എനിക്ക് ടീച്ചിങ് പറ്റില്ലല്ലോ, എന്നാൽ ഞാൻ മതി പഠിച്ചതെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ പഠിത്തം നിർത്തിയിട്ടില്ല. ഞാൻ എൻ്റെ ഡിഗ്രിയും എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും എൻ്റെ BEdും ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, വളരെ നല്ല മാർക്സോട് കൂടി തന്നെ. ഓക്കെ, അപ്പം അവിടെ പിന്നെ എനിക്ക് ഇവിടേക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുമ്പം അവിടെ എൻ്റെ മാർക്സ് കൂടി നോക്കും, അല്ലേ? ഞാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ അക്കാഡമിക് പെർഫോമൻസ് നോക്കും. അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് വെച്ച് ഞാൻ ഇനി പഠിക്കുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച് കഴിഞ്ഞ് എനിക്കിത് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ആൻഡ് റിസൾട്ട് അതിൻ്റെ വഴിയേ വന്നോളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങൾക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവും, നിങ്ങൾ വിചാരിച്ചതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാതിരിക്കുക, അത് വിട്ട് കളയാതിരിക്കുക, ആ ഒരു കാര്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നോക്കുക. അപ്പം ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ട് നോക്കുമ്പം ഇനി എന്താവും എന്നൊരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവും, അല്ലേ? പക്ഷേ നിങ്ങൾ ആ ഒരു പോയിന്റിൽ എത്തിയിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പം നിങ്ങൾക്കെല്ലാം കണക്റ്റഡായിട്ട് തോന്നും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്നിട്ട് മിസ്സിനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം അന്ന് പറഞ്ഞ ഓരോ ആൾക്കാരുടെ വാക്കുകളും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഞാൻ പോയിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലായിരുന്നു, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നിങ്ങളിതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഡ്രീം എന്തും ആയിക്കോട്ടെ, നിങ്ങളത് റിയലി ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ശരിക്കും അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആയിരിക്കും. ഓക്കെ, ആൻഡ് അങ്ങനെ ആ ഒരു 10 വർഷങ്ങൾക്കൊക്കെ ശേഷം നിങ്ങൾ പിന്നിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്തായിരിക്കും, ഇപ്പം മീനിങ് കിട്ടാത്ത പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അർത്ഥം കിട്ടും. ഓക്കെ, അത് മിസ്സിൻ്റെ ഉറപ്പാണ്. ആൻഡ് അതിൻ്റെതായ ലിവിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലിവിങ് ആയിട്ടുള്ള ഒരാളാണ് മിസ്സ്. അപ്പോൾ നിങ്ങൾക്ക് മിസ്സിനെ വിശ്വസിക്കാം, നിങ്ങൾ അതിനു വേണ്ടി കറക്റ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടി എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളുടെ ഈ വരുന്ന സൺഡേ 16th October 7:30 നമ്മളുടെ ഇംപ്രൂവ്മെൻ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ 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 വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു ലൈവ് ഈവൻറ്റ് സൺഡേ 16th October 7:30 നമ്മളുടെ ചാനലിലുണ്ടാകും. അപ്പോൾ എല്ലാവരും എന്ത് വരണം, ആ ഒരു ചാനലിലേക്ക്, ആ ഒരു ഈവൻറ്റിലേക്ക് വരണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്ന വളരെ വലിയൊരു ഈവൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മറക്കാതെ 16th October കറക്റ്റ് 7:30 നമ്മളുടെ ചാനലുണ്ടാവണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു ഫെയിലിയർ ഉണ്ടായി അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ ആയില്ല എന്ന് കരുതുന്ന ആൾക്കാർക്ക് മുന്നോട്ടേക്ക് വരാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനൗൺസ് ചെയ്യുന്ന ഡേ ആയിരിക്കും. അപ്പോൾ മറക്കരുത്, 16th October 7:30.